ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. സൺ ടാന് പൂർണ്ണമായിട്ടും മാറാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണിത്. അപ്പോൾ മുഖത്തായിക്കോട്ടെ, കൈകാലുകളിലെ സൺ ടാൻ ആയിക്കോട്ടെ എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. അതിന് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരിക. ഈ അടിച്ചെടുത്തതിൽ നിന്ന് നമുക്ക് അതിൻ്റെ നീര് ഒരു അരിപ്പയിൽ കൂടി പിഴിഞ്ഞെടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണോളം നീര് മതിയാവും. ആ ഒരു നീരെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നീര് എന്ന് പറയുന്നത് ഒരു 4 ടേബിൾ സ്പൂണോളം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് 2 ദിവസമല്ല അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ സ്റ്റാർച്ച് അടക്കം തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നീര്, അല്ലെങ്കിൽ സ്റ്റാർച്ച് അടിയിൽ കെട്ടിക്കിടക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കസ്തൂരി മഞ്ഞൾപ്പൊടിക്കാണ്. അതൊരു 1/4 ടീസ്പൂണോളം എടുത്താൽ മാത്രം മതി. അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. പാലല്ലെങ്കിൽ തൈരായാലും മതി കേട്ടോ. അപ്പോൾ തൈരിനാണ് ഏറ്റവും കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാകുക. പക്ഷേ ഞാനിവിടെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാൽ 1 ടേബിൾ സ്പൂണോളം ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾക്ക് ഇതൊന്ന് ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചും കൂടിയും കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാക്ക് ഒന്ന് ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചപ്പോൾ അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ കുറച്ചും കൂടിയും കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ലൂസാകുന്നതിനും ടൈറ്റ് ആകുന്നതിനും അനുസരിച്ചിട്ട് പാൽ ഒഴിച്ചിട്ടും അതേപോലെ തന്നെ കടലമാവ് ഇട്ടിട്ടും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മളെ ഫേസിൽ സ്റ്റിക്കായി നിൽക്കുന്ന രീതിക്കുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി കടലമാവ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് വീണ്ടും കടലമാവ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ട കെട്ടിപ്പോകാൻ പാടില്ല. നമ്മൾ രണ്ടാമത് വീണ്ടും ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഫേസ് എല്ലാം നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 25 മിനിറ്റ് മിനിമം നിങ്ങൾ ഫേസിൽ വെക്കണം. ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഡ്രൈ ആകുന്നത് വരെ ഇത് ഫേസിൽ വെക്കാം. അതുപോലെ തന്നെ കൈകളിലും കാലുകളിലും കഴുത്തിലും എല്ലാം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് ഫേസിൽ വരുന്ന മാറ്റം ഭയങ്കര വിസിബിളായിരിക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല നിറം തിളക്കം എല്ലാം വരാൻ സഹായിക്കും. സൺ ടാൻ കംപ്ലീറ്റ് മാറിപ്പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാനിതിവിടെ കഴുകി എടുക്കുന്നുണ്ട്. അതായത് ഞാനൊരു 25 മിനിറ്റാണ് വെച്ചത്. 22 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. പക്ഷേ ആ ഒരു ഗ്ലോ പെർമനൻ്റ് ആയിട്ട് നിൽക്കുമൊന്നുമില്ല. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് പോവും. പക്ഷേ അത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.